പഹൽഗാം ഭീകരാക്രമണത്തോടെ താൻ കൂടുതൽ പ്രശസ്തനായെന്ന് ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ സൈഫുള്ള കസൂരി. ബുധനാഴ്ച ലാഹോറിൽ നടന്ന റാലിയിലാണ് ഇന്ത്യക്കെതിരെ തീവ്ര പരാമർശങ്ങൾ നടത്തിയത്. പാക് സുരക്ഷാ സൈനികരുടെ അകമ്പടിയോടെ മറ്റു ലഷ്കർ കമാൻഡർമാരുടെയും ISIയുടെയും വലയത്തിലുമായിരുന്നു സൈഫുള്ള കസൂരിയുടെ തീവ്ര പ്രഭാഷണം. നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തതിൽ നിന്ന് കിട്ടിയ കുപ്രസിദ്ധി ആസ്വദിക്കുന്ന തരത്തിലായിരുന്നു പ്രസംഗം. അമേരിക്ക നോട്ടപ്പുള്ളിയാക്കിയ ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദിനൊപ്പമാണ് കസൂരി വേദി പങ്കിട്ടത്. തൽഹ സയ്യിദിനെ കൂടാതെ പഞ്ചാബ് നിയമസഭാ സ്പീക്കർ മാലിക് അഹമ്മദ് ഖാനും വേദിയിലുണ്ടായിരുന്നു. ഭീകരവാദികൾക്ക് എതിരെ തങ്ങൾ നടപടിയെടുത്തെന്നും അവരെ വച്ചുപൊറിപ്പിക്കാറില്ലെന്നും അന്താരാഷ്ട്ര വേദികളിൽ അവകാശവാദം മുഴക്കാറുള്ള പാക് ഭരണകൂടത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഭീകരന്റെ സാന്നിധ്യം നിറഞ്ഞ വേദി. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഗുനിയൻ അൽ മസൂസ് ഓപ്പറേഷൻ നടത്തിയതിന്റെ തൽഹ സയ്യിദ് റാലിയിൽ അഭിനന്ദിച്ചു. ജിഹാദിൽ ഏർപ്പെടുന്നവരെ അല്ലാഹു സ്നേഹിക്കുന്നു, തൽഹ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾക്കും കസൂരി മറുപടി പറഞ്ഞു. ഞങ്ങൾ ബുള്ളറ്റുകളെ ഭയക്കുന്നുവെന്ന് കരുതുന്നുണ്ടെങ്കിൽ മോദിക്ക് തെറ്റി, കസൂരി വ്യക്തമാക്കി. ഭീകരതയെ ആയുധമായി ഉപയോഗിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യയുടെ വെടിയുണ്ടകളെ നേരിടാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ബുധനാഴ്ച ആദ്യം ഭുജിലെ റാലിയിൽ മോദി പറഞ്ഞിരുന്നു. നേരത്തെ പഹൽഗാം കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കസൂരി വിസമ്മതിച്ചിരുന്നു. എന്നാൽ ബുധനാഴ്ചത്തെ റാലിയിൽ കഥയാകെ മാറി. ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെയും റെയിൽവേയും പാക് സൈബർ ടീം ലക്ഷ്യം വച്ചതിനെയും കസൂരി പ്രശംസിച്ചു. പാകിസ്ഥാനെയും ചില വ്യക്തികളെയും ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ ഇന്ത്യയാണ് ഒറ്റപ്പെട്ടതെന്നും കസൂരി റാലിയിൽ പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് മുമ്പ് കസൂരി പാക് പഞ്ചാബിലെ കങ്കൺപൂർ സൈനിക താവളത്തിൽ എത്തിയതായി റിപ്പോർട്ടുണ്ട്. അവിടെ വച്ച് ഇന്ത്യക്കെതിരെ വിഷം തുപ്പിക്കൊണ്ട് പാക് സൈനികരെ ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. ഹാഫിസ് സയ്യിദിന്റെ നിർദ്ദേശപ്രകാരമാണ് കസൂരി തൽഹ സയ്യിദ്, ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഷെയ്ഖ് സജ്ജദ് ദുൽ എന്നിവർ മികച്ച പരിശീലനം കിട്ടിയ ഭീകരരെ പഹൽഗാമിലേക്ക് അയച്ചത്. മുമ്പ് മില്ലി മുസ്ലിം ലീഗ് പ്രസിഡന്റായിരുന്ന കസൂരി ജമാഅത്ത് ഉദ്ധവ കോർഡിനേറ്റർ കമ്മിറ്റി അംഗമായിരുന്നു. ജവാത്ത് ഉദ്ധവ കോർഡിനേഷൻ കമ്മിറ്റി ലഷ്കറിന്റെ ജീവകാരുണ്യ വിഭാഗമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ലഷ്കർ അടക്കമുള്ള ഭീകര സംഘടനകൾ കശ്മീരിലെ ജിഹാദിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ധനസമാഹരണത്തിനായി പൊതുജന റാലികൾ വിളിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ പരാമർശിച്ചിരിക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സൈനിക മേധാവി കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ ഒരു തരത്തിലും വിശ്വസിക്കില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്.